നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ ലഹരിയെ തുരത്താം, നാടിനെ രക്ഷിക്കാം എന്ന സന്ദേശവുമായി SDPI താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ ഏകദിന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പത്തമ്പാട് സോക്കർ സിറ്റി ടർഫിൽ വെച്ച് നടന്ന അണ്ടർ 23 സെവൻസ് മത്സരത്തിന്റെ ഉദ്ഘാടനം SDPI ജില്ലാ കമ്മിറ്റി അംഗം T. ഉസ്മാൻ ഹാജി നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് CM സദക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു. TV ഉമ്മർ കോയ, സാജു വിശാറത്ത്, മുനീർ മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഫൈനൽ മത്സരത്തിൽ എതിരാളികളെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി റേഞ്ച് റോവേഴ്സ് നിറമരുതൂർ ജേതാക്കളായി. നാസിൽ നിറമരുതൂരിനെ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായും തെരഞ്ഞെടുത്തു. ഫിറോസ് നൂർ മൈതാനം, അൻവർ പൊക്ലത്ത്, വി കുഞ്ഞലവി, കല്ലിങ്ങൽ അബ്ദുറഹിമാൻ, ആബിദ്, സക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. TV ന്യൂസ് താനൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.